എടാ ഭാഗ്യനാഥ. ആരാത്? ഞാൻ തന്നെയാടാ. വാടാ വാടാ ഭാഗ്യനാഥ. രണഭൂമിയിൽ ചെന്നേൻ, അമ്പെടുത്തേൻ, വില്ലെടുത്തേൻ, തൊടുത്തേൻ. കൺമതിൽ എങ്ങുമേ ശത്രുവിൻ നിഴൽ പോലും. തൃക്കൺ തുറന്നു പാർത്തപ്പോൾ അറിയുന്നു, ഓർ തുടങ്ങും മുമ്പേ ശിരസറ്റ് വീണിതല്ലോ പ്രതിനായകൻ മങ്കൻ ഭാഗ്യനാഥൻ. ഭാസ്കര, തനിക്ക് എന്തു പറ്റി? യുദ്ധം തുടങ്ങും മുമ്പേ ജയിച്ചു കഴിഞ്ഞവനാടാ ഞാൻ. ഏത് യുദ്ധം? രണഭൂമിയിൽ ചെന്നേൻ, അമ്പെടുത്തേൻ, വില്ലെടുത്തേൻ, തൊടുത്തേൻ. ഭാസ്കര, ജോലി പോയെന്ന് കരുതി താൻ വിഷമിക്കണ്ട. ഐജിയോട് പറഞ്ഞ് നാളെ തന്നെ ജോലി തിരിച്ചെടുക്കാനുള്ള ഏർപ്പാട് ഞാൻ ചെയ്യാം. അകൃതി കണ്ടാലതിരംഭേയം, ആരാലിവൾ തന്നധരം പേയം, എന്നാൽ അഞ്ജുവിനധരം പേയം. മനസ്സിലായോടാ കഴുതേ? കാണാം നമുക്ക് കാണാം കാണാം. കാണാം നമുക്ക് കാണാം കാണാം നമുക്ക് കാണാം. ഇവനെന്ത് പറ്റി? ഹലോ, എന്താണ് സാർ? അച്ചായൻ ഭാസ്കരനെ സ്വന്തം അനിയനെ പോലെയല്ലേ കരുതിയിരിക്കുന്നത്? അതെ സാർ. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മറ്റാരും അറിയാൻ പാടില്ല. ജോലി പോയത് ഇത്രയധികം മാനസിക പ്രശ്നങ്ങൾ അവൻ ഉണ്ടാക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അച്ചായ, ഭാസ്കരന് വട്ടായി. ഭ്രാന്ത്. ഭ്രാന്തോ? ഭാസ്കരനോ? അല്ല, ഭാസ്കരനോ? അതെ അച്ചായ. ഇവിടെ വന്ന് എന്റെ അടുത്തും കൊച്ചാപ്പിയുടെ അടുത്തും തെലുങ്കിലും സംസ്കൃതത്തിലും കുറെ ശ്ലോകങ്ങൾ പാടി. അക്രമവാസന തുടങ്ങിയിട്ടുണ്ടോ എന്നൊരു ചെറിയ സംശയം. ഇന്ന് തന്നെ കീഴാശ്ശേരി മനയിൽ പോയി നെല്ലിക്ക തളത്തിനുള്ള ഏർപ്പാട് അച്ചായൻ ചെയ്യണം. ശരി സാർ. അച്ചായ, ഈ കത്തിയൊക്കാരാ വഴി കൊണ്ടിട്ടത്? അച്ചായ, അച്ചായ, ഇനി എനിക്കൊന്നും പേടിക്കാനില്ല അച്ചായ. അയ്യോ അച്ചായ, 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 ഇതെടുത്തോ. മതി. മതിയാ? ആ, പാപ്പോ. ഒളിച്ചോ ഒളിച്ചോ. ഇവിടെ ഒരു ഷോപ്പിംഗ്. എന്തോ ഷോപ്പിംഗ്? ചിപ്സ് ചിപ്സ്. ചിപ്സോ? കണ്ടുപോയി. നമ്മളൊക്കെ ക്രിസ്ത്യാനികളെ എന്നിട്ട് ഓടിക്കില്ല. അയ്യോ, എവിടെ നോക്കിട്ടാണ് ഓടുന്നത്? ഒക്കെ മനസ്സിലുണ്ട്. തനിച്ചിരുന്ന് വായിക്കാണോ? ആരാ മോളെ? ഒരു കൂട്ടുകാരിയാ മമ്മി. മമ്മിയാ? പോയി. ഇല്ല ഇല്ല, വിവാദം വന്നപ്പോ പുറത്തിറങ്ങാൻ മടിയായല്ലേ? പുറത്തിറങ്ങാത്തത് മറ്റൊന്നും കൊണ്ടല്ല, ഞാൻ ചെറുതായിട്ട് കാല് തെറ്റുന്നു വീണേ. ഇല്ല ഇല്ല ഇല്ല, അങ്ങനെ മുറിവോ തലക്ക് കെട്ടോ അങ്ങനെ ഒന്നുമില്ല. വീണതിന് ശേഷം ചെറിയൊരു ജലദോഷം, അത്രേ ഉള്ളൂ. പിന്നെന്തൊക്കെയാണ്? ഞാൻ ഭീകരനെ കണ്ടു. ഭീകരനോ? ഏത് ഭീകരൻ? 50 ലക്ഷം വിലയുള്ള ഭീകരൻ കേരളത്തിലുണ്ടെന്ന് പറഞ്ഞത് സത്യമാണ്. കാരണത്ത് അയാൾ സാധാരണക്കാരനെ പോലെ ഇരിക്കുന്നത് ഞാൻ കണ്ടു. ഒരു നിമിഷം ശ്വാസം കിട്ടിയില്ല, എന്റെ കണ്ണു തള്ളിപ്പോയി. ചുമ്മാ അച്ചായ, 50 ലക്ഷം വിലയുള്ള തലയും വെച്ചോണ്ട് അച്ചായന്റെ മുമ്പിൽ വന്ന് നിൽക്കാൻ ഭീകരന് വട്ടായിരിക്കണം. എന്റെ മുമ്പിൽ നിൽക്കുന്ന നീ ഭാസ്കരൻ തന്നെയാണോ? ആണെങ്കിൽ എന്നാ ഞാൻ കണ്ടത് ഭീകരനെ തന്നെയാണ്. ഇതിനിടയിൽ കയ്യിൽ കിട്ടിയ ഈരാജ് പിന്നെയും പിടിവിട്ടു. അവന്റെ തുണിയായത്. അച്ചായൻ ഈടെയായിട്ട് കാര്യമായെന്തോ താറാറുണ്ട് കേട്ടോ. അല്ലേ പിന്നെ ആ ഭാഗ്യനാഥൻ എനിക്ക് വട്ടാണെന്ന് പറഞ്ഞപ്പോ അത് വിശ്വസിച്ച് എന്നെ ഈ പരുവത്തിലാക്കോ? അത് ഇതുപോലല്ല, ഇഷ്ടമുണ്ടെങ്കിൽ വിശ്വസിക്കാം.